ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് JWST ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ പ്രപഞ്ചത്തിലെ ആദ്യത്തെ നക്ഷത്രങ്ങളായ പോപ്പുലേഷൻ 3 നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. പതിറ്റാണ്ടുകളായി ജ്യോതിശാസ്ത്രജ്ഞർക്ക് പ്രപഞ്ചത്തിലെ ആദ്യത്തെ നക്ഷത്രങ്ങളെക്കുറിച്ച് സൈദ്ധാന്തിക മോഡലുകൾ ഉപയോഗിച്ച് മാത്രമേ പഠിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ JWSTയുടെ നിരീക്ഷണങ്ങൾ ഈ പുരാതന നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ തെളിവുകൾ നൽകിയിരിക്കുന്നു. ബിഗ് ബാങ്ങിന് ശേഷം 400 ദശലക്ഷം വർഷം കഴിഞ്ഞ് രൂപപ്പെട്ട ഒരു ചെറിയ വസ്തുവിൽ ഇവ കൂട്ടമായി കാണപ്പെടുന്നു. ഇന്നത്തെ നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോപ്പുലേഷൻ 3 നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ഈ നക്ഷത്രങ്ങൾ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ശുദ്ധമായ മേഘങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടത്. കാർബൺ, ഓക്സിജൻ പോലുള്ള ഭാരം കൂടിയ മൂലകങ്ങൾ ഇവയിൽ ഉണ്ടായിരുന്നില്ല. ഇവ വളരെ വലുതും ചൂടുള്ളതുമായിരുന്നു. 2024-ൽ മയോലീനോയും സഹപ്രവർത്തകരും GNZ11 എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗാലക്സികളിലൊന്നിൽ അസാധാരണമായ ഒരു സിഗ്നൽ കണ്ടെത്തി. JWSTയിലെ NIR സ്പെക് IFU ഉപകരണം ഉപയോഗിച്ച് അവർ ഹീബെ എന്നുപേരുള്ള ചെറിയൊരു വസ്തുവിൽ ഒരു നേരിയ എമിഷൻ ലൈൻ കണ്ടെത്തി. ഈ ലൈൻ ഇരട്ട അയോണൈസ്ഡ് ഹീലിയത്തിന്റെ ഡബ്ലി അയോണൈസ്ഡ് ഹീലിയം ഒപ്പുമായി ഒത്തുപോയി. ഇതിന് അസാധാരണമായ ഊർജ്ജം ആവശ്യമാണ്. കൂടുതൽ വ്യക്തതയുള്ള നിരീക്ഷണങ്ങൾ ഈ സിഗ്നലിന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കാൻ സഹായിച്ചു. മയോലീനോയുടെ ടീം ഹീലിയം സിഗ്നൽ യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിക്കുകയും അതിനെ 2 വ്യത്യസ്ത ഘടകങ്ങളായി വേർതിരിക്കുകയും ചെയ്തു. റെസ്റ്റയുടെ ടീം ഇതേ സ്ഥാനത്തുനിന്ന് സ്വതന്ത്രമായി ഹൈഡ്രജൻ എമിഷൻ ലൈനും കണ്ടെത്തി. ഇത് കണ്ടെത്തലിന് കൂടുതൽ ശക്തി നൽകി. സൈദ്ധാന്തിക മോഡലിംഗ് ഉപയോഗിച്ച് ഈ ആദ്യത്തെ നക്ഷത്രങ്ങളുടെ പിണ്ഡം എത്രയായിരിക്കുമെന്ന് റെസ്റ്റയുടെ ടീം കണക്കാക്കി. ഹേബെയിൽ നിരീക്ഷിച്ച ഹീലിയം ഹൈഡ്രജൻ അനുപാതം ഉപയോഗിച്ചാണ് പിണ്ഡം കണക്കാക്കിയത്. മിക്ക നക്ഷത്രങ്ങൾക്കും സൂര്യന്റെ പിണ്ഡത്തിന്റെ ഏകദേശം 10 മുതൽ 100 ഇരട്ടി വരെ പിണ്ഡമുണ്ടെന്ന് ഈ വിശകലനം സൂചിപ്പിക്കുന്നു. ഇത് പഴയ പ്രവചനങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഈ സ്വതന്ത്രമായ നിരീക്ഷണ ഫലങ്ങൾ ആദ്യത്തെ നക്ഷത്രങ്ങളുടെ അസ്തിത്വത്തിന് വ്യക്തമായ തെളിവ് നൽകുന്നു. കൂടുതൽ പഠനങ്ങളിലൂടെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും.